നമസ്കാരം. സമുദായ സംഘടനകൾക്കിടയിൽ വലിയ കുട്ടിഘോഷങ്ങളോടെ തുടങ്ങിയ NSS SNDP ഐക്യമെന്ന മഹാസഖ്യം ഒടുവിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുമ്പോൾ അതിനു പിന്നിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നടത്തിയ കൃത്യമായ കണക്കുകൂട്ടലുകളുടെയും രാഷ്ട്രീയ മുൻകരുതലിന്റെയും തന്ത്രമുണ്ട്. SNDPയുമായി കൈകോർക്കാനില്ലെന്ന പെരുന്നേട പ്രഖ്യാപനം വെറും ഒരു പിന്മാറ്റമല്ല, മറിച്ച് നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ഐക്യതന്ത്രത്തിനേറ്റ കനത്ത പ്രഹരമാണ്. NSS SNDP ഐക്യത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. NSS ഐക്യം പ്രായോഗികമല്ലെന്ന് ഇന്ന് ചേർന്ന NSS ഡയറക്ടർ ബോർഡ് യോഗം വിലയിരുത്തുകയായിരുന്നു. ഐക്യമായി മുന്നോട്ട് പോകേണ്ടതില്ലെന്ന് ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനം പത്രക്കുറിപ്പായി പുറത്തെത്തിയിട്ടുണ്ട്. സുകുമാരൻ നായരാണ് ഐക്യം വേണ്ടെന്ന പ്രമേയം അവതരിപ്പിച്ചത്. ഇതെല്ലാവരും അംഗീകരിച്ചു. ഇതിലൂടെ ജനാധിപത്യപരമായി NSS തീരുമാനം എടുത്തുവെന്ന പ്രതീതിയും ഉണ്ടാവുകയാണ്. തൽക്കാലം ഇതിനോട് വെള്ളാപ്പള്ളി പ്രതികരിക്കില്ല. കരുതലോടെയാണ് വെള്ളാപ്പള്ളി കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ നീക്കത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം NSS സംശയിക്കുന്നു. സമദൂരത്തിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനം. വെള്ളാപ്പള്ളിയുടെ ഐക്യനീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് വ്യക്തമായതോടെയാണ് NSS പിന്മാറിയതെന്ന് സുകുമാരൻ നായർ തുറന്നടിച്ചു. BJP നേതാവായ NDAയുടെ പ്രമുഖ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ ഐക്യ ചർച്ചകൾക്കായി ദൂതനായി അയച്ചതിൽ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാണെന്നാണ് സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടിയത്. ആദ്യം അങ്ങനെ തോന്നിയില്ലെങ്കിലും പിന്നീട് തുഷാറിനെ ദൂതനാക്കിയത് ശരിയല്ലെന്ന് ബോധ്യമായതുകൊണ്ടാണ് NSS പിന്മാറിയതെന്നാണ് സുകുമാരൻ നായർ പ്രതികരിച്ചത്. ഐക്യനീക്കത്തിന്റെ പേരിൽ BJP നടത്തുന്ന രാഷ്ട്രീയ കളി സുകുമാരൻ നായർ തിരിച്ചറിഞ്ഞത് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ സന്ദർശനത്തോടെയാണ്. ഐക്യ ചർച്ചകൾക്കായി തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചതിന് പിന്നിൽ BJP അജണ്ടയാണെന്ന് പെരുന്ന വിലയിരുത്തി. തുഷാറിനെ മുന്നിൽ നിർത്തി NSSനെ NDA പാളയത്തിലെത്തിക്കാനുള്ള തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് സുകുമാരൻ നായർ യൂട്ടേൺ എടുത്തത്. ശ്രീധരൻപിള്ള പെരുന്നയിലെത്തിയപ്പോൾ തന്നെ ഈ ഐക്യത്തിന് അന്ത്യം കുറിക്കാനുള്ള ഉറച്ച തീരുമാനം നായർ എടുത്തു കഴിഞ്ഞിരുന്നു. ശ്രീധരൻപിള്ളയോട് ഇക്കാര്യം സുകുമാരൻ നായർ അറിയിക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകി ആദരിച്ചത് സുകുമാരൻ നായർ സംശയത്തോടെയാണ് കണ്ടത്. VSനും പത്മവിഭൂഷൺ നൽകി CPMനെ തണുപ്പിച്ചതുപോലെ പത്മ പുരസ്കാരങ്ങളിലൂടെ സമുദായ നേതാക്കളെ വലയിലാക്കാനുള്ള നീക്കം തിരിച്ചറിഞ്ഞ പെരുന്ന നേതൃത്വം തങ്ങൾ ആ കെണിയിൽ വീഴില്ലെന്ന് ഉറപ്പിച്ചു. വെള്ളാപ്പള്ളിയുമായി കൈകോർത്താൽ അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ NSSന് കൂടി ബാധകമാകുന്ന അവസ്ഥ വരുമെന്ന ഭയവും ഡയറക്ടർ ബോർഡിലെ എതിർപ്പും സുകുമാരൻ നായരെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചു. SNDP നേതൃത്വമുണ്ടാക്കിയ BDJS നിലവിൽ BJPക്കൊപ്പമാണ്. രാഷ്ട്രീയമായ ഇത്തരം ചായ്വുകളോട് യോജിക്കാനാവില്ലെന്നും ഏതെങ്കിലും മുന്നണിയുടെ വാലാകുന്നത് സമുദായത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ലെന്നുമാണ് NSSന്റെ നിലപാട്. ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് കോൺഗ്രസിനാണ്. സമുദായ സംഘടനകൾ ഒന്നിക്കുന്നത് CPMന് അനുകൂലമാകുമെന്ന പ്രചാരണം UDFനെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. NSS പഴയപടിയായതോടെ ആ പേടിയും ഒഴിവായിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ചേരിക്കൊപ്പം നിന്നാൽ തങ്ങളുടെ വില പോകുമെന്ന് സുകുമാരൻ നായർക്ക് നന്നായി അറിയാം. സമദൂരം എന്ന വജ്രായുധം വീണ്ടും പുറത്തെടുക്കുന്നതിലൂടെ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും സമുദായത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഐക്യത്തിന്റെ പേരിൽ BJP വിരിച്ച വല കീറിമുറിച്ച് പെരുന്ന അതിന്റെ സ്വതന്ത്ര വഴി തിരഞ്ഞെടുക്കുമ്പോൾ കേരള രാഷ്ട്രത്തിലെ വോട്ട് ബാങ്ക് സമവാക്യങ്ങൾ വീണ്ടും മാറിമറിയുകയാണ്. വിഷയത്തിൽ NSS നൽകിയിരിക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ്. പല കാരണങ്ങളാലും പലതവണ NSS SNDP ഐക്യം വിജയിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു ഐക്യശ്രമം പരാജയമാകുമെന്ന കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ തന്നെ വ്യക്തമാകുന്നു. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് തന്നെ വ്യതിചലിക്കാനാകില്ല. അതിനാൽ വീണ്ടും ഒരു ഐക്യം പ്രായോഗികമല്ല. പ്രത്യേകിച്ച് NSSന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാടുള്ളതിനാൽ മറ്റെല്ലാ സമുദായങ്ങളോടും എന്നവണ്ണം SNDPയോടും സൗഹാർദ്ദത്തിൽ വർദ്ധിക്കാനാണ് NSS ആഗ്രഹിക്കുന്നത്. NSS SNDP ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് ഈ യോഗം തീരുമാനിക്കുന്നുവെന്നാണ് ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷമുള്ള പത്രക്കുറിപ്പിൽ NSS വ്യക്തമാക്കുന്നത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ NSSും SNDPയും തമ്മിൽ ഐക്യത്തിലാകാൻ തീരുമാനിച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. NSSുമായിട്ടുള്ള ഐക്യത്തിന് SNDP യോഗത്തിന്റെ നേതൃയോഗം കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. പെരുന്നയിൽ പോയി തുടർ ചർച്ചകൾ നടത്താൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മകനും BDJS സംസ്ഥാന പ്രസിഡന്റുമായ തുഷാർ വെള്ളാപ്പള്ളിയെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിന് ദിവസങ്ങൾക്കിപ്പുറമാണ് ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നതായി NSS നിലപാട് കൈക്കൊള്ളുന്നത്.